എല്ലാ കൂട്ടുകാർക്കും PSC പ്ലസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തേത് SCERTയിലെ 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്നുള്ളതാണ്. അല്ലേ, നമ്മളിപ്പോൾ കെമിസ്ട്രിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സാണ് SCERT എന്ന രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇത് കൂടാതെ രാസമാറ്റങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാനുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സ്പോർട്സിൻ്റെ വിൻ്റർ ഒളിമ്പിക്സ് എന്നുള്ളത് എടുത്തിട്ടുണ്ടായില്ല. അതും ഇന്ന് പാരാ ഒളിമ്പിക്സും കൂടി ഒരുമിച്ച്, വിൻ്റർ ഒളിമ്പിക്സ് ആകെ കുറച്ചല്ലേ എടുക്കാനുള്ളൂ, അതുകൊണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നാളെയും കൂടി നമുക്ക് പാരാ ഒളിമ്പിക്സ് എടുക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിലായിട്ട്, ഈ 2 ദിവസങ്ങളിലായിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, ഒരു ദിവസം എനിക്ക് സുഖം ഉണ്ടായില്ല, അതുകൊണ്ട് ക്ലാസ് ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. SCERT മാത്രമേ നമ്മൾ ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അന്ന് നമ്മൾ ബാക്കി വെച്ചൊരു കാര്യമാണ്, അതായത് ഇന്നലത്തേക്ക് കൂടി ഉള്ള മാത്സിലെ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക്. അത് അടുത്ത ദിവസം എന്തെങ്കിലും ഒരു ദിവസം എടുത്ത് തരുന്നതായിരിക്കും. പിന്നെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്ന കുറേ നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അത് സൺഡേ എന്ന രീതിയിൽ, അതായത് നമുക്ക് വേറെ ഒന്നും പഠിക്കാനില്ലാത്ത ദിവസം അതിട്ട് തരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിയൊക്കെ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ പോവും. ഇനി നമ്മൾ ഇൻ കേസ് വിട്ടുപോയ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ആഡ് ഓൺ ചെയ്ത് ഈ ടൈം ടേബിളിൻ്റെ കൂടെ തന്നെ നമ്മൾ തീർത്തു പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ കൂടുക. ഇതുവരെ നമ്മുടെ ചാനലൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ഓരോരോ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇത് 8ാം ക്ലാസ്സിലെയാണ്. ഇന്നലെ മുതലാണ് നമ്മൾ 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലേക്ക് കടന്നതല്ലേ. 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററാണ് പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ. കുറേ കാര്യങ്ങൾ നമുക്ക് പീരിയോഡിക് ടേബിളായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ, പ്രതീകങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ പഠിക്കാൻ്റെ മൂലകങ്ങൾ, പ്രതീകങ്ങൾ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം നോക്കിയേ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ അല്ലേ. എന്തൊക്കെയാണ്? പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലായിനി ഈ തന്നിട്ടുണ്ട്. പിന്നെ കോപ്പർ തന്നിട്ടുണ്ട്, ഉപ്പുവെള്ളം, പഞ്ചസാര ലായിനി, ജലം, പിന്നെ കോപ്പർ സൾഫേറ്റ് ലായിനി അല്ലേ. ഈ മുകളിൽ തന്നിരിക്കുന്നതിൽ ജലം ഒഴിച്ച് ബാക്കിയൊക്കെ എന്താണ്? ലായിനികൾ അല്ലേ, മിശ്രിതമാണ്. ഈ താഴെ തന്നിരിക്കുന്ന കോപ്പർ, പിന്നെ കാർബൺ, ഇരുമ്പയിരുണ്ട്, പിന്നെന്താണ്, സൾഫറുണ്ട്, മുകളിൽ ജലവുമുണ്ട്. ഇന്നലെ നമ്മൾ പഠിച്ചതാണ് ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും അല്ലേ, ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും. അപ്പോൾ ഇതിൽ ശുദ്ധപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? കോപ്പർ, കാർബൺ, ഇരുമ്പയിര്, സൾഫർ, ജലം, അതൊക്കെ ശുദ്ധപദാർത്ഥമാണ്. ബാക്കിയുള്ളതൊക്കെ മിശ്രിതമല്ലേ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായിനി, ഉപ്പുവെള്ളം, പഞ്ചസാര ലായിനി, കോപ്പർ സൾഫേറ്റ് ലായിനി എന്നിവയൊക്കെ എന്താണ്? അത് മിശ്രിതമാണ്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, എന്നാലും നമ്മൾ പഠിച്ച കാര്യമാണ്. നോക്കേ, ഇനി എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ഒന്നാമത്തെ കൊടുത്തിരിക്കുന്നത്, പദാർത്ഥങ്ങളിൽ മിക്കവയും മിശ്രിതങ്ങളും മറ്റുള്ളവ ശുദ്ധപദാർത്ഥങ്ങളുമാണ്. കണ്ടോ? കൽക്കണ്ടം, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, സ്വർണം, വെള്ളി എന്നിവ ശുദ്ധപദാർത്ഥങ്ങളാണ്. ഏതൊക്കെയാണ് ശുദ്ധപദാർത്ഥങ്ങളിൽ വരുന്നത്? കൽക്കണ്ടം, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, സ്വർണം, വെള്ളി എന്നിവ ശുദ്ധപദാർത്ഥങ്ങളാണ്. കൽക്കണ്ട ലായിനിയിലും പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലായിനിയിലും കണികകൾ കാണാൻ കഴിയാത്തത് അവ അതിസൂക്ഷ്മ കണങ്ങൾ ആയതുകൊണ്ടാണ്. ഇവിടെ നോക്കിയേ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലായിനി ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അതിൽ നമുക്ക് എന്താണൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അവ അതിസൂക്ഷ്മ കണങ്ങളായതുകൊണ്ടാണ് നമുക്ക് കണികകൾ കാണാൻ സാധിക്കാത്തത്. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് കേട്ടോ. ഈ കൽക്കണ്ടം നമ്മൾ ഇടിച്ച് പൊടിച്ച് കഷ്ണങ്ങളാക്കി, കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളത് ലായിനിയാക്കിയാലും അതിലെ കണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അവ അതിസൂക്ഷ്മ കണങ്ങളാണ്. ഇനി ഇവിടെ കർപ്പൂരത്തിൻ്റെ ഒരു കാര്യം പറയുന്നത് നോക്കി. ഒരു ചൈന ഡിഷിൽ 1-2 കർപ്പൂര കഷ്ണങ്ങൾ എടുക്കുക, അത് സാവധാനം ചൂടാക്കുക. കർപ്പൂരത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ അല്ലേ? കർപ്പൂരം എന്താവും? അത് അതിൻ്റെ ഗന്ധം ചുറ്റുപാടും നിലനിൽക്കുന്നതാണ് അല്ലേ. അപ്പം നോക്കിയേ, കർപ്പൂരം അതിസൂക്ഷ്മ കണങ്ങളായി വായുവിൽ വ്യാപിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ടെക്സ്റ്റ് വച്ച് ക്ലാസ് എടുക്കുമ്പോൾ അതിലെല്ലാം എക്സാമ്പിൾ സഹിതം പറഞ്ഞു പോകാൻ പറ്റുമല്ലോ എന്ന രീതിയിൽ അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ ടെക്സ്റ്റ് വച്ച് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കുക. അതിൻ്റെ കൂടെ എപ്പോഴും നിങ്ങൾ ക്ലാസ് കേട്ടതിന് ശേഷം ടെക്സ്റ്റും വായിച്ച് നോക്കണം കേട്ടോ. എന്തൊക്കെയായാലും ഇപ്പോൾ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റും കൂടി വായിച്ച് നോക്കിയാലാണ് പൂർണ്ണമായിട്ടും ആ ഒരു ക്ലാസ്സിൽ എന്തൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ.
കൽക്കണ്ടവും പൊട്ടാസ്യം പെർമാംഗനേറ്റും ജലവും കർപ്പൂരമെല്ലാം അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. കൽക്കണ്ടം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ജലം, കർപ്പൂരം അതൊക്കെ അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. അതുപോലെ തന്നെയുള്ളതാണ് ഇത് സ്വർണം, വെള്ളി അല്ലേ. സ്വർണം, വെള്ളി തുടങ്ങിയ ശുദ്ധ പദാർത്ഥങ്ങളെല്ലാം അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ സ്വർണം, വെള്ളി എന്ന് പറയുന്ന ഏതിൽ വരുന്നതാണ്? ശുദ്ധ പദാർത്ഥത്തിൽ വരുന്നതാണ്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു ബോയിലിംഗ് ട്യൂബിൽ കാൽഭാഗം പഞ്ചസാര എടുത്ത ശേഷം പഞ്ഞി ഉപയോഗിച്ച് അടച്ചു വെച്ചതിന് ശേഷം ആ ബോയിലിംഗ് ട്യൂബ് എന്ത് ചെയ്തു? ചൂടാക്കി. അപ്പോൾ പഞ്ചസാര ചൂടാക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? കണ്ടോ? കരി വന്നത് കണ്ടോ? ആ ഒരു പ്രവർത്തനമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് പഞ്ചസാരയുടെ കാര്യം എന്നുള്ളത്. ഓക്കെ, പഞ്ചസാരയുടെ ഘടകങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണ്? കാർബണും ജലവുമാണ്. പഞ്ചസാരയുടെ ഘടകങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണ്? കാർബണും ജലവുമാണ്. പഞ്ചസാര ചൂടാക്കിയപ്പോൾ കിട്ടിയ കാർബണിനെ വീണ്ടും ഘടകങ്ങളാക്കാൻ സാധിക്കില്ല. പക്ഷേ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് ആര് കണ്ടുപിടിച്ചു? സർ ഹംഫ്രി ഡേവി 1806 കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, പഞ്ചസാരയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബണും ജലവും. പിന്നെ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാം എന്ന് കണ്ടെത്തിയത് ആരാണ്? സർ ഹംഫ്രി ഡേവിയാണ്. വർഷം 1806. 1806 ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാം എന്ന് കണ്ടെത്തിയത് ആരാണ്? ഹംഫ്രി ഡേവിയാണ്. ഇനി എന്താ പറയുന്നത്? ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലമുണ്ടാകുമെന്ന് ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞൻ്റെ കണ്ടുപിടുത്തമാണ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ജലമുണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. 3 കാര്യങ്ങൾ അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? പഞ്ചസാരയിലെ ഘടകങ്ങൾ കാർബൺ, ജലമാണ്. അതിലെ കാർബൺ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? വീണ്ടും ഘടകങ്ങളാക്കാൻ സാധിക്കില്ല. ജലമോ, ജലത്തെ നമുക്ക് ഹൈഡ്രജൻ എന്നും ഓക്സിജൻ എന്നും മാറ്റാൻ വേണ്ടി സാധിക്കും അല്ലേ. അതാരാ കണ്ടെത്തിയത്? ജലത്തിൽ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടെത്തിയത് ഹംഫ്രി ഡേവിയാണ്. ഇനി ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് ആരാണ്? അത് ഹെൻറി കാവൻഡിഷ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മളിപ്പം മറ്റേ PDF ഇതിനു മുന്നേ ഇട്ട പോലെ PDF ആയിട്ട് ഇട്ടിരുന്നെങ്കിൽ പ്രധാനമായിട്ടും ഈ 4 കാര്യങ്ങളാണ് നമ്മളതിൽ കണ്ടിട്ടുണ്ടാവുക അല്ലേ. ഇനി നോക്കിയേ, അടുത്തത് എന്താ പറയുന്നത്? പഞ്ചസാര എന്ന ശുദ്ധ പദാർത്ഥത്തെ, ഇവിടെ എന്ത് വരുന്നു? പഞ്ചസാര എന്ന ശുദ്ധ പദാർത്ഥത്തെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കാൻ കഴിയും. പഞ്ചസാരയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പോൾ അത് പഞ്ചസാര എന്ന് പറയുന്നത് എന്താ? ഒരു ശുദ്ധ പദാർത്ഥമാണ്. ആ ശുദ്ധ പദാർത്ഥത്തെ നമ്മൾ എന്ത് ചെയ്തു? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കാൻ വേണ്ടി സാധിച്ചു. അതുപോലെ ജലം എന്ന ശുദ്ധ പദാർത്ഥത്തെ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കാനും സാധിക്കും. അതേസമയം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സ്വർണം, വെള്ളി മുതലായ ശുദ്ധപദാർത്ഥങ്ങളെ വീണ്ടും രാസപ്രവർത്തനത്തിലൂടെ ഘടകങ്ങളാക്കാൻ സാധിക്കില്ല. ഇതിന് എന്താ മനസ്സിലായത്? അതായത് ശുദ്ധപദാർത്ഥത്തിൽ ചിലതിനെ നമുക്ക് ഘടകങ്ങളാക്കാൻ കഴിയും അല്ലേ, പക്ഷേ മറ്റു ചിലതിനെ നമുക്ക് ഘടകങ്ങളാക്കാൻ സാധിക്കില്ല. അപ്പോൾ ശുദ്ധപദാർത്ഥത്തെ നമുക്ക് ഇപ്പോൾ പഞ്ചസാര ഒരു ശുദ്ധപദാർത്ഥമാണ്. അതിനെ നമുക്ക് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആക്കാം. അതുപോലെ ജലത്തിനെ നമുക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കാൻ സാധിക്കും. പക്ഷേ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സ്വർണം, വെള്ളി അങ്ങനെയുള്ള ശുദ്ധപദാർത്ഥത്തെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഘടകങ്ങളാക്കാൻ സാധിക്കില്ല. അപ്പോൾ ശുദ്ധപദാർത്ഥത്തെ തന്നെ ഘടകങ്ങളാക്കാൻ പറ്റുന്നതുമുണ്ട്, ഘടകങ്ങളാക്കാൻ പറ്റാത്തതുമുണ്ട്. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇത്രയും കാര്യങ്ങളൊക്കെ ആയല്ലോ. അപ്പോൾ ഹംഫ്രി ഡേവി എന്നുള്ളത് ഹൈഡ്രജനും ഓക്സിജനും വിഭജിക്കാമെന്ന് കണ്ടെത്തിയതാണ്. ഹെൻറി കാവൻഡിഷ് എന്താണ് കണ്ടെത്തിയത്? ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലമുണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഇപ്പം തന്നെ പഠിച്ചു പോണോട്ടോ, അതുകൊണ്ടാണ് 2 തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇനി മൂലകങ്ങളും സംയുക്തങ്ങളും, എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. നോക്കി, ശുദ്ധപദാർത്ഥങ്ങൾ 2 തരമുണ്ട് അല്ലേ, നമ്മൾ പഠിച്ചു. ഒരെണ്ണം എന്താണ്? ഘടകങ്ങളാക്കാൻ പറ്റുന്നതും മറ്റത് പറ്റാത്തതും. അപ്പം നോക്കി, ഇവിടെ എന്താ പറയുന്നത്?
രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങളെ മൂലകങ്ങൾ എന്ന് പറയുന്നു. അപ്പം നമുക്ക് വിഘടിക്കാൻ സാധിക്കാത്തതിനെ നമ്മൾ എന്ത് പറയുന്നു? മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. വിഘടിക്കാൻ സാധിക്കാത്തതിനെ നമ്മൾ മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പം അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. വേറെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ? ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ, പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? സ്വർണം, വെള്ളി അല്ലേ, കാർബൺ. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. കാർബൺ അതൊക്കെ എന്താണ്? വിഘടിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ രാസപ്രക്രിയയിലൂടെ വിഘടിച്ച ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങളെയാണ് നമ്മൾ മൂലകങ്ങൾ അഥവാ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് എന്താ പറയുന്നതായിരിക്കും? അപ്പോൾ കോമ്പൗണ്ട്സിനെ പറ്റി അല്ലെങ്കിൽ സംയുക്തങ്ങളെ പറ്റിയായിരിക്കും. നോക്കിയേ, 2 അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. 2 അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? മൂലകം ചേർന്നുണ്ടാകുന്നതിനെ സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നു. എക്സാമ്പിളാണ് ജലം, പഞ്ചസാര. ജലം എന്ന് പറയുന്നത് നമുക്കറിയാം H2O. പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒരു ഗ്ലൂക്കോസ് എടുക്കുവാണെങ്കിൽ C6H12O6 ആണ് ഗ്ലൂക്കോസ്. അപ്പോൾ എന്താണ്? മൂലകങ്ങൾ. 2 അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് സംയുക്തങ്ങൾ. അതിന് എക്സാമ്പിളാണ് ജലവും പഞ്ചസാരയും. മനസ്സിലായോ? അത്രയും. അപ്പോൾ എലമെൻറ്റ്സ് എന്താണ്, കോമ്പൗണ്ട്സ് എന്താണെന്നുള്ളത് പഠിച്ചു. ഇനി ഇവിടെ നോക്കി, രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധപദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. രാസപ്രവർത്തനത്തിലൂടെ 2 അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. ഇപ്പോൾ ശുദ്ധപദാർത്ഥമാണ് മൂലകങ്ങൾ, പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് മൂലകങ്ങൾക്ക് പേര് വന്നത്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കി, ആദ്യകാലങ്ങളിൽ സ്ഥലം, രാജ്യം, ഭൂഖണ്ഡം, സ്വഭാവ ഗുണങ്ങൾ, ശാസ്ത്രജ്ഞർ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് മൂലകങ്ങൾക്ക് പേര് നൽകിയത്. ഓരോ മൂലകവും അതിൻ്റെ എങ്ങനെയാണ് ആ മൂലകത്തിന് ആ പേര് കിട്ടിയത് എന്നുള്ള കാര്യവുമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേതാണ് പൊളോണിയത്തിന് പോളണ്ട് എന്ന രാജ്യത്തിൻ്റെ അല്ലേ. ക്യൂറിയം മേരി ക്യൂറി എന്ന ശാസ്ത്രജ്ഞയുടെ. ക്രോം എന്ന നിറത്തിൻ്റെ. ഇൻഡിഗോ നിറം. ക്ലോറോ എന്ന നിറം. നെപ്റ്റ്യൂൺ എന്ന ഗ്രഹം. യൂറോപ്പ് എന്ന ഭൂഖണ്ഡം. അപ്പം എങ്ങനെയാണ് ഈ മൂലകങ്ങൾക്ക് അവരുടെ നാമധേയം ലഭിച്ചത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. പൊളോണിയം പോളണ്ട്, ക്യൂറിയം മേരി ക്യൂറി, ക്രോം എന്നുള്ളത് നിറമാണ്. ഇൻഡിഗോ നിറം. ക്ലോറോ നിറം. നെപ്റ്റ്യൂണിയം നമുക്കറിയാം നെപ്റ്റ്യൂൺ. യൂറോപ്പിയം അറിയാം യൂറോപ്പ് ആണല്ലോ. ഇവിടെ സൈഡിൽ നോക്കിയേ, ബേർസീലിയസിനെ പറ്റി പറയുന്നത് എന്താണെന്നും കൂടി നമുക്ക് നോക്കിയിട്ട് താഴേക്ക് പോകാം. ഓക്കെ, ആദ്യകാലങ്ങളിൽ ചിത്രങ്ങളാണ് മൂലകങ്ങളുടെ പ്രതീകങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്താണ്? ചിത്രങ്ങളാണ്. ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? ബേർസീലിയസ് ആണ്. അപ്പോൾ പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത്, മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പ്രതീകങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ആ പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ ബേർസീലിയസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ ബേർസീലിയസ് ആണ്. ഇനി നോക്കിയേ, സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ ബേർസീലിയസ് കണ്ടുപിടിച്ചു. അപ്പോൾ ബേർസീലിയസ് കണ്ടുപിടിച്ച മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. ഏതൊക്കെയാണ്? സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ. സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ. 4 എണ്ണം ആരുടേതാണ്? ബേർസീലിയസ് കണ്ടുപിടിച്ച മൂലകങ്ങളാണ്. ഓക്കെ ആണല്ലോ അത്രയും. ഇനി താഴേക്ക് പോവാം. ഇവിടെ നോക്കി, ഒരു പട്ടിക കൊടുത്തിട്ടുണ്ടല്ലേ. മൂലകം നാമകരണത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ പൂരിപ്പിക്കാനാണ് കൊടുത്തിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം അമേരിഷ്യം. എന്തായിരിക്കും അമേരിഷ്യം എന്ന് പറയുന്നത്? അമേരിക്ക എന്ന രാജ്യം അല്ലേ, എഴുതുന്നുണ്ടല്ലോ. അമേരിക്ക എന്ന രാജ്യമാണ്. ഫ്രാൻസിയം എന്ന് പറയുന്ന ഫ്രാൻസ് രാജ്യം. പിന്നെ റുബീഡിയം എന്ന് പറയുന്ന റൂബി, ചുവപ്പ് നിറമാണ് കേട്ടോ. ആ ഒരു ഇതിൽ നിന്നാണ് റുബീഡിയം വരുന്നത്, നിറം, ചുവപ്പ് നിറം. പ്ലൂട്ടോണിയം നമുക്കറിയാം, പ്ലൂട്ടോ. പിന്നെ ടൈറ്റാനിയം എന്ന് പറയുന്നത്
നമ്മുടെ ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിൽ നിന്ന് പിന്നെ ദേവനുണ്ട് അല്ലേ, ടൈറ്റൻ ദേവൻ. അപ്പോൾ അത് രണ്ടും ടൈറ്റാനിയത്തിൽ നമുക്ക് പറയാം. പിന്നെ മെൻഡലീവിയും റൂദർഫോർഡിയും എന്താണ്? മെൻഡലീവിയം എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞനായ മെൻഡലീവും, പിന്നെ റൂദർഫോർഡിയം എന്ന് പറയുന്ന റൂദർഫോർഡ് ശാസ്ത്രജ്ഞൻ. അപ്പോൾ ഈ നാമകരണത്തിന് അടിസ്ഥാനം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇപ്പോൾ ടെക്സ്റ്റ് ഉള്ളവരാണെങ്കിൽ ടെക്സ്റ്റിലൊന്ന് എഴുതി വയ്ക്കുക. ടെക്സ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡോ എന്താണോ നിങ്ങൾ പഠിക്കുന്ന അതില്ലെങ്കിൽ ഒന്ന് ആഡ് ഓൺ ചെയ്യാൻ നോക്കാം. ഓക്കെ. അമേരിഷ്യം എന്ന് പറയുന്ന അമേരിക്ക, ഫ്രാൻസിയം ഫ്രാൻസ്, റുബീഡിയം എന്ന് പറയുന്ന ചുവപ്പ് നിറത്തിൽ നിന്ന് റൂബി, ആ ചുവപ്പ് നിറം അങ്ങനെയാണ് കേട്ടോ. പിന്നെ പ്ലൂട്ടോണിയം പ്ലൂട്ടോ, ടൈറ്റാനിയം ടൈറ്റാൻ, മെൻഡലീവിയം മെൻഡലീവ് ശാസ്ത്രജ്ഞൻ, റൂദർഫോർഡ് ശാസ്ത്രജ്ഞൻ. ഇനി പ്രതീകങ്ങൾ അഥവാ സിംബൽസ് അല്ലേ, മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രതീകം. നമ്മൾ പറഞ്ഞു മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇത് പ്രതീകങ്ങൾ എന്ന് പറയുന്നത്. പല രീതിയിൽ നമ്മൾ പ്രതീകങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തെ കുറച്ചൊരു ഗ്രൂപ്പ് നോക്കിയേ. കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, സൾഫർ. ഇവിടെ എന്താണ്? നമ്മൾ ഇംഗ്ലീഷ് നാമത്തിലെ ആദ്യ അക്ഷരങ്ങളാണ് പട്ടികയിലെ മൂലകങ്ങളുടെ പ്രതീകങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. ഇംഗ്ലീഷിലെ വലിയ അക്ഷരങ്ങളാണ് ഇവിടെ കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, സൾഫറിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അടുത്ത സെറ്റിൽ നോക്കിയേ. എന്നാൽ ചില മൂലകങ്ങളുടെ പ്രതീകങ്ങളായി ഇംഗ്ലീഷ് നാമത്തിലെ ആദ്യ അക്ഷരത്തിന് പുറമെ രണ്ടാമത്തെ അക്ഷരമോ മറ്റേതെങ്കിലും പ്രധാന അക്ഷരമോ ഒരു ചെറിയ അക്ഷരമായി കൂടെ ചേർക്കുന്നു. അതിന് എക്സാമ്പിളാണിത്. കാൽഷ്യം, ക്ലോറിൻ. കാൽഷ്യത്തിൻ്റെ CA അടുത്തടുത്ത അക്ഷരമാണ്, പക്ഷെ ക്ലോറിൻ നോക്കിയേ, CL ആണല്ലേ. ക്രോമിയം CR, ബ്രോമിൻ BR, ബെറീലിയം BE. അപ്പം അതെന്താണ്? അത് ഇംഗ്ലീഷ് നാമത്തിലെ ആദ്യ അക്ഷരത്തിന് പുറമെ രണ്ടാമത്തെ അക്ഷരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാന അക്ഷരമോ ചേർക്കുന്നു. അങ്ങനെ പ്രതീകം വരുന്നതാണ് ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 സെറ്റ് മനസ്സിലായല്ലോ. അപ്പോൾ ഇതേ കറക്റ്റ് പഠിക്കണേ. ആദ്യത്തെ സെറ്റിൽ കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, സൾഫർ അതെല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തതിൽ കാൽഷ്യം, ക്ലോറിൻ, ക്രോമിയം, ബ്രോമിൻ, ബെറീലിയം. അടുത്തത് ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ അവയുടെ ലാറ്റിൻ ഭാഷയിലെ പേരുകളിൽ നിന്നാണ്. അപ്പോൾ ലാറ്റിൻ ഭാഷയിൽ എന്താണ് പേരെന്ന് നമ്മൾ പഠിക്കണം. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ളൊരു സെറ്റാണ് സോഡിയം. സോഡിയത്തിൻ്റെ ലാറ്റിൻ നാമമാണ് നേട്രിയം, അപ്പോൾ Na. പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമം എന്നാണ്? കാലിയം, അപ്പോൾ K. കോപ്പർ, കുപ്രം, Cu. അയൺ, ഫെറം, Fe അല്ലേ. ഇതൊക്കെയാണ് സോഡിയം Na, പൊട്ടാസ്യം K, കോപ്പർ Cu, അയൺ Fe. ഇനി ആവർത്തന പട്ടിക അഥവാ പീരിയോഡിക് ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. പീരിയോഡിക് ടേബിൾ നമുക്ക് ഒരു ചാപ്റ്റർ ഉണ്ട്, നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആറ്റവും തന്മാത്രയുമാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചതെന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. ആദ്യം നമ്മൾ ശുദ്ധപദാർത്ഥം, മിശ്രിതം എന്താണെന്ന് പഠിച്ചു. പിന്നെ ശുദ്ധപദാർത്ഥത്തെ ഘടകമാക്കാൻ പറ്റുന്നതുമുണ്ട്, പറ്റാത്തതുമുണ്ട് അല്ലേ. അപ്പം പദാർത്ഥത്തെ രാസപ്രക്രിയയിലൂടെ വിഘടിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കാത്ത ശുദ്ധപദാർത്ഥങ്ങളെ നമ്മൾ മൂലകങ്ങളെന്ന് പറയുന്നു. പിന്നെ 2 അതിലധികമോ മൂലകങ്ങൾ രാസപ്രക്രിയയിലൂടെ ചേർന്നുണ്ടാകുന്ന പദാർത്ഥത്തെ എന്ത് പറയുന്നു? സംയുക്തം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ വന്നത് ഈ മൂലകങ്ങൾ, അതിന് കിട്ടിയ പേരെങ്ങനെയാണ്, നാമധേയം എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലേക്കാണ് വന്നത് ആണല്ലോ. ഇനി ആറ്റവും തന്മാത്രയും നോക്കാം. എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണം അതാണെന്ത്? ആറ്റം എന്ന് പറയുന്നത് അല്ലേ. എല്ലാ ഗുണവും കാണിക്കുന്ന ഒരു ചെറിയ കണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ഇത് ആറ്റം എന്ന് പറയുന്നത്. ഹീലിയം, നിയോൺ തുടങ്ങിയ ചില വാതക മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് ഒറ്റ ആറ്റമായി തന്നെ സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയും. എന്നാൽ ഹൈഡ്രജൻ, ഓക്സിജൻ മുതലായ വാതക മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് 2 ആറ്റങ്ങൾ ചേർന്ന് ജോഡിയായി മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ. അതായത് ഇപ്പോൾ ഹീലിയം അതിന് ഒറ്റ ആറ്റമായി നിന്നാലും സ്റ്റെബിലിറ്റി ഉണ്ടാവും. പിന്നെ ഹൈഡ്രജൻ നമുക്കറിയാലോ, H2, ഓക്സിജൻ O2 അല്ലേ. ഇങ്ങനെയുള്ള ഹൈഡ്രജൻ, ഓക്സിജൻ അങ്ങനെയുള്ള വാതക മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് ഇങ്ങനെ 2 ആറ്റങ്ങൾ ചേർന്ന് ജോഡിയായി മാത്രം അങ്ങനെ നിന്നാലാണ് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. ഓക്കെ.
മൂലകങ്ങളുടെ ആറ്റങ്ങൾ രണ്ടിലധികം ആറ്റങ്ങളുടെ ഗ്രൂപ്പായാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ തന്മാത്ര എന്ന് പറയുന്നത്? സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ആറ്റം എന്തായിരുന്നു? ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റം. സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഇതുപോലെ സംയുക്തങ്ങൾക്കും തന്മാത്രകളുണ്ട്. സംയുക്ത തന്മാത്രകളിൽ വ്യത്യസ്ത മൂലക ആറ്റങ്ങളാണ് ഉള്ളത്, അല്ലേ? സംയുക്തങ്ങളിൽ എന്താണ്? വ്യത്യസ്ത മൂലക ആറ്റങ്ങളാണ് ഉള്ളത്. ഇനി നമുക്കിവിടെ നോക്കി, ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, അതായത് ആറ്റങ്ങളെയും തന്മാത്രങ്ങളെയും സൂചിപ്പിക്കുന്ന വിധം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഹീലിയത്തിൻ്റെ പ്രതീകം എന്താണ്? HE എന്നുള്ളതാണ്, അല്ലേ? നമുക്കറിയാം HE എന്നെഴുതിയാൽ ഹീലിയം മൂലകത്തിൻ്റെ ഒരാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. HE എന്നെഴുതിയ എന്താണ്? ഒരാറ്റം. അങ്ങനെയാണ് 2HE എന്നെഴുതിയ എന്തായിരിക്കും സൂചിപ്പിക്കുക? ഹീലിയത്തിൻ്റെ രണ്ടാറ്റം എന്നാണ്. ഓക്കെ, 2 × 1, അല്ലേ? ഹീലിയത്തിൻ്റെ രണ്ടാറ്റം എന്നാണ്. ഹീലിയം, നിയോൺ, ആർഗൺ മുതലായ മൂലകങ്ങൾ പ്രകൃതിയിൽ സ്വതന്ത്ര ആറ്റങ്ങളായാണ് കാണപ്പെടുന്നത്. ഇവ ഒരാറ്റം മാത്രമുള്ള തന്മാത്രകളാണ്. ഹീലിയം, നിയോൺ, ആർഗൺ അതൊക്കെ എന്താണ്? ഒരാറ്റം മാത്രമുള്ള തന്മാത്രകളാണ്. ശ്രദ്ധിച്ച് കേൾക്കണോട്ടെ, ഈ ക്ലാസ് സിമ്പിളാണ്. പക്ഷേ ഇപ്പോൾ സയൻസ് അല്ലാത്തവർക്ക്, സയൻസുകാർക്കൊന്നും ഇതൊക്കെ സിമ്പിളായിരിക്കും. സയൻസ് അല്ലാത്തവർ ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് ഈ ആറ്റം, എന്താണ് തന്മാത്ര, എന്താണ് എന്നുള്ള കറക്റ്റായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇനി ഇവിടെ നോക്കി, ഹൈഡ്രജൻ H2 എന്നത് ഒരു ഹൈഡ്രജൻ തന്മാത്രയെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു HE എന്ന് പറയുന്നത്, ഹീലിയത്തിനെ എടുക്കുകയാണെങ്കിൽ HE എന്ന് പറയുന്നത് എന്താണ്? ഹീലിയം മൂലകത്തിൻ്റെ ഒരാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ H2, Hൻ്റെ എവിടെയാണ്? റൈറ്റ് സൈഡിൽ താഴെയായിട്ടാണ് നമ്മൾ 2 എഴുതിയേക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ H2 എന്നത് ഒരു ഹൈഡ്രജൻ തന്മാത്രയെ സൂചിപ്പിക്കുന്നു. ചില മൂലകങ്ങൾ രണ്ടിലധികം ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകളായും കാണപ്പെടുന്നു. ഏതൊക്കെയാണ്? ഫോസ്ഫറസിന് 4, സൾഫറിന് 8, അല്ലേ? മുതലായവ ഇത്തരം തന്മാത്രകൾക്ക് ഉദാഹരണമാണ്. ഇനി എന്താണ് മോണോ ആറ്റോമിക്, ഡയോ ആറ്റോമിക്, പോളി ആറ്റോമിക് തന്മാത്രകളെന്ന് നോക്കാം. ഒരാറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളെ ഏക ആറ്റോമിക്. ഒരാറ്റം മാത്രമുള്ളതിനെ എന്ത് പറയും? ഏകാറ്റോമികം അല്ലെങ്കിൽ മോണോ ആറ്റോമിക് എന്ന് പറയും. ഒരാറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളെ ഏകാറ്റോമിക തന്മാത്രകൾ എന്ന് പറയുന്നു. രണ്ടാറ്റങ്ങളുള്ള മൂലക തന്മാത്രകളെ ദ്വയാറ്റോമികം, ഡയാറ്റോമിക് തന്മാത്രകൾ എന്നും രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകളെ ബഹു ആറ്റോമികം, പോളി ആറ്റോമിക് തന്മാത്രകൾ എന്നുമാണ് പറയുന്നത്. അപ്പോൾ മോണോ ആറ്റോമിക് എന്ന് പറയുന്നത് ഒരാറ്റം മാത്രമുള്ള മൂലക തന്മാത്ര. ഇനിയോ ഡയോ ആറ്റോമിക് എന്ന് പറയുന്ന രണ്ടാറ്റങ്ങളുള്ള മൂലക തന്മാത്ര. ദ്വയാറ്റോമിക്, മലയാളം പഠിക്കണേ, LDC മലയാളത്തിനാണല്ലോ, അപ്പോൾ അത് ഓർത്തു വയ്ക്കണം കേട്ടോ. പിന്നെ LGS മലയാളം ഓർത്തു വയ്ക്കണം. പിന്നെയോ പോളി ആറ്റോമിക്, അതായത് ബഹു ആറ്റോമികം എന്ന് പറയുന്നത് രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകളെയാണ് പറയുന്നത്. ഏകാറ്റോമിക തന്മാത്രകളിൽ പ്രതീകത്തിൻ്റെ ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും എണ്ണം സൂചിപ്പിക്കുന്നു. എന്താ പറയുന്നത്? ഏകാറ്റോമിക തന്മാത്രകളിൽ പ്രതീകത്തിൻ്റെ ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബഹു ആറ്റോമിക തന്മാത്രകളിൽ തന്മാത്രയുടെ ഭാഗമായി നിൽക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം പ്രതീകത്തിൻ്റെ ചുവടെ വലതുവശത്ത് സൂചിപ്പിക്കുന്നു. സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. തന്മാത്രകളുടെ ആകെ എണ്ണം തന്മാത്രയുടെ ഇടതുവശത്ത് സൂചിപ്പിക്കുന്നു. ഇനി ഇവിടെ നമ്മളൊരു ബോക്സും കൂടി പഠിക്കാനുണ്ട്. വേറെ ഒന്നുമില്ല. ആറ്റത്തിൻ്റെ വലിപ്പം, അതായത് ആറ്റം എന്ന പേര് വന്നത് നമുക്കറിയാം ലാറ്റിൻ വേർഡായ ആറ്റമോസ് എന്നതിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്, അല്ലേ? വിഭജിക്കാൻ കഴിയാത്തതെന്നാണ്. ഭാരതീയനായ കണാദൻ, ഗ്രീക്ക് ചിന്തകനായ ഡെമോക്രിറ്റസ് എന്നിവ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പദാർത്ഥങ്ങളിലെ ചെറിയ കണികകളെക്കുറിച്ച് പ്രവചിക്കുകയുണ്ടായി. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ജോൺ ഡാൾട്ടൺ ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാറുണ്ട്, പക്ഷേ ഇത് പഠിക്കാം. ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ്? ജോൺ ഡാൾട്ടൺ ആണ്.
അങ്ങനെ പഠിക്കണം. പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? ബേർസീലിയസ്. എന്താ പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചതാരാണ്? ബേർസീലിയസ് ആണ്. ഓക്കെ, ഇനി താഴെ കാണുന്ന മൂലക തന്മാത്രകളെ ഏകാറ്റോമികം, ദ്വയാറ്റോമികം, ബഹു ആറ്റോമികം എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക. ഏതൊക്കെ ഏക ആറ്റോമികം എന്ന് പറയുന്നത്? ഹീലിയം അല്ലേ, ഹീലിയം, ആർഗൺ, അതൊക്കെ ഏതാണ്? ഏക ആറ്റോമികമാണ്. ഹീലിയം, ആർഗൺ എന്ന് പറയുന്നത്. ദ്വയാറ്റോമികം എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഹൈഡ്രജൻ, ക്ലോറിൻ, ഓക്സിജൻ അല്ലേ, അതെന്താണ്? അത് ദ്വയ ആറ്റോമികത്തിൽ വരുന്നതാണ്. ബഹു ആറ്റോമികത്തിൽ വരുന്നത് ഏതായിരിക്കും? P4 എന്ന് പറയുന്ന ഫോസ്ഫറസ്, പിന്നെ സൾഫർ, പിന്നെ ഓസോൺ, അതൊക്കെ ഇതിൽ വരുന്നതാണ്? ബഹു ആറ്റോമികത്തിൽ വരുന്നതാണ്. ഇത് തിരിച്ച് എഴുതി വയ്ക്കുക കേട്ടോ, അറിയില്ലാത്തവർ. ഇനി അടുത്തത് തന്മാത്രകളുടെ എണ്ണം, ആകെ ആറ്റങ്ങളുടെ എണ്ണം, അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. തന്മാത്രയുടെ എണ്ണവും ആകെ ആറ്റങ്ങളുടെ എണ്ണവും. ഇവിടെ O2 എന്ന് പറയുന്ന ഓക്സിജൻ്റെ തന്മാത്ര എന്ന് പറയുന്നത് എത്രയാ? 1 അല്ലേ. ആറ്റം എത്രയാ? 2. ഇനി 2N2, അതിൽ ആറ്റം അല്ല തന്മാത്രയാണ് ആദ്യം. തന്മാത്ര എത്രയാണ്? 2N2ലെ തന്മാത്ര എന്ന് പറയുന്നത് 2. ആറ്റം എന്ന് പറയുന്നതോ 2 × 2 വരും അല്ലേ. 2 × 2 4. വേറെ ഇതുകൊണ്ട് എഴുതാം. ഇനി 6Cl2, അതിൽ തന്മാത്ര എന്ന് പറയുന്നത് ഏതാണ്? 6 ആണ്. ഇനി ആറ്റം എന്ന് പറയുന്നതോ 6 × 2 12 ആണ്. മനസ്സിലായല്ലോ നിങ്ങൾക്ക് തന്മാത്ര എന്താണെന്നിപ്പോൾ. ഇനി 2He തന്മാത്ര എന്ന് പറയുന്നത് എത്രയാണ്? 2He എന്നതിൽ തന്മാത്ര 2 ആണ്. തന്മാത്ര എന്ന് പറയുന്നത് 2 ആണ്. ആറ്റം എന്ന് പറയുന്നത് 2 × 1 2 ആണ്. 5Na തന്മാത്ര എത്രയാണ്? 5 ആണ്. ആറ്റം എന്ന് പറയുന്നത് 5 × 1 5 തന്നെ. O3 എന്ന് പറയുന്ന തന്മാത്ര 1 ഉള്ളൂ. P4 തന്മാത്ര 1 ഉള്ളൂ. ആറ്റം എന്ന് പറയുന്നത് O3 എത്ര ആറ്റങ്ങളുണ്ട്? 3 ആറ്റങ്ങളുണ്ട്. P4 4 ആറ്റങ്ങളുണ്ട്. ഓക്കെ, ഇനി സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ട്സ്. വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകൾ അടങ്ങിയവയാണ് സംയുക്തങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. സംയുക്തം എന്ന് പറയുന്നത് വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകൾ അടങ്ങിയവയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. സംയുക്തങ്ങൾ. ഇവിടെ സംയുക്ത തന്മാത്രകളും ആറ്റങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് എന്താണ് തന്മാത്ര, അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണും ഓക്സിജനും. ഹൈഡ്രജൻ ക്ലോറൈഡിൽ ഹൈഡ്രജനും ക്ലോറിനും. ജലത്തിൽ ഏതൊക്കെയുണ്ട്? ഹൈഡ്രജനും ഓക്സിജനും. പഞ്ചസാരയിൽ ഏതൊക്കെയുണ്ട്? പഞ്ചസാര എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് എടുക്കുവാണെങ്കിൽ C6H12O6. ഇപ്പോൾ ഏതൊക്കെയുണ്ട്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പിന്നെ മെർക്കുറിക് ഓക്സൈഡിൽ മെർക്കുറിയും ഓക്സിജനുമാണുള്ളത്. മെർക്കുറിക് ഓക്സൈഡിൽ ഏതാ ഉള്ളത്? മെർക്കുറിയും ഓക്സിജനുമാണുള്ളത്. മെർക്കുറി ഓക്സൈഡ് HgO എന്നാണ് കേട്ടോ. HgO ഓർത്ത് വയ്ക്കണേ. മെർക്കുറിക് ഓക്സൈഡ്, മെർക്കുറിയും ഓക്സിജനും. ഇനി എന്താ പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഒരു സംയുക്തമാണല്ലോ. കാർബൺ ഓക്സിജനിൽ ജ്വലിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കും. കാർബൺ ഓക്സിജനിൽ ജ്വലിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കും. കാൽഷ്യം കാർബണേറ്റ് വിഘടിച്ചും കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കും. അപ്പോൾ കാർബൺ ഓക്സിജനിൽ ലഭിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കും. കാൽഷ്യം കാർബണേറ്റ് വിഘടിച്ചും നമുക്ക് എന്ത് ലഭിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഒരു സംയുക്തം ഏത് സ്രോതസ്സിൽ നിന്ന് ലഭിച്ചാലും അതിലടങ്ങിയ മൂലക ആറ്റങ്ങൾ തമ്മിൽ ഒരു നിശ്ചിത അനുപാതം ഉണ്ടാകും. കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയിലെ കാർബൺ ഓക്സിജൻ ആറ്റങ്ങളുടെ അനുപാതം എപ്പോഴും എന്തായിരിക്കും? 1:2 ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബൺ ഓക്സിജൻ ആറ്റങ്ങളുടെ അനുപാതം എപ്പോഴും എന്താണ്? 1:2 ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ തന്മാത്ര CO2 എന്ന് സൂചിപ്പിക്കാം. ഈ വിധത്തിൽ തന്മാത്രയെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ കെമിക്കൽ ഫോർമുല അഥവാ രാസസൂത്രം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയിൽ ഏതൊക്കെ ആറ്റങ്ങളുണ്ട്? കാർബണുമുണ്ട്, ഓക്സിജനുമുണ്ട്. അപ്പോൾ രാസസൂത്രം നോക്കിയേ CO2. ജലത്തിൽ ഏതൊക്കെയുണ്ട്? 2 ഹൈഡ്രജനും 1 ഓക്സിജനും അല്ലേ. അപ്പോൾ H2O.
ഇനി സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിലോ H2SO4 എന്നാണ്. സൾഫ്യൂരിക് ആസിഡ് H2SO4, ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ അല്ലേ. H2SO4 ഏതൊക്കെ വരുന്നുണ്ട്? ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ. അതിൽ ഹൈഡ്രജൻ 2 ആറ്റം, സൾഫർ 1, ഓക്സിജൻ 4. ഇവിടെ നോക്കി, പിന്നെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ, അങ്ങനെയാണ് ഈ 2H2SO4 ആണെങ്കിൽ, 2H2SO4 ആണെങ്കിൽ ഇത് മാറൂലേ? ഹൈഡ്രജൻ്റെ കൂടെ 2 × 2 ഏത് വരും? ഹൈഡ്രജൻ എന്ന് പറയുന്ന 4 വരും, സൾഫർ എന്ന് പറയുന്ന 2 × 1 2 വരും, ഓക്സിജൻ എന്ന് പറയുന്ന 4 × 8 വരും. മനസ്സിലായല്ലോ? നിങ്ങളൊന്ന് എഴുതി നോക്കാം കേട്ടോ, അപ്പം മനസ്സിലാവും. ഇനി ചുവടെ കൊടുത്ത സംയുക്ത തന്മാത്രകളെ ആറ്റങ്ങളുടെ ആകെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആകെ എണ്ണം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എങ്ങനെയാ? CO2 എന്ന് പറയുന്നത് C1, കാർബൺ 1, ഓക്സിജൻ 2. അപ്പോൾ എത്ര കിട്ടി? 3. ആകെ ഉള്ളതാണേ ചോദിച്ചിരിക്കുന്നത് 3. പിന്നെ 5H2O 5 പുറത്തെടുക്കുക അല്ലേ. എന്നിട്ടോ 5 × 2 എത്രയാ? 5 × 2 10 പ്ലസ് O എന്ന് പറയുന്നത് 1 ഉള്ളൂ. അപ്പോൾ 1 × 5 5. എത്ര കിട്ടി? 10 + 5 15. ഇനി 7NH3 7 × 1 7 വരുന്നു, പ്ലസ് 7 × 3 21 വരുന്നു, അപ്പോൾ 28. അടുത്ത 2C12H22O11 ടോട്ടൽ 90 ആണ്. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. 90 ആണ് വരുന്നത്. 3NaCl അത് എത്രയാണ് വരുന്നത്? 6 ആണ് വരുന്നത്. സിങ്ക് ക്ലോറൈഡോ അത് 3 ആണ് വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിളായിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ചെയ്ത് നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിച്ച് എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. ഇനി രാസസമവാക്യങ്ങൾ, കെമിക്കൽ ഇക്വേഷൻസിൽ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റൻസ് എന്നാണ് പറയുന്നത്. പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളെ ഉൽപ്പന്നങ്ങൾ അഥവാ പ്രൊഡക്ട്സ് എന്നാണ് പറയുന്നത്. മലയാളം ഓർത്തു വയ്ക്കണേ, അഭികാരങ്ങൾ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ അഭികാരങ്ങൾ എന്നും, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രവർത്തന ഫലമുണ്ടല്ലോ, ആ ഫലത്തിൽ കിട്ടുന്ന പദാർത്ഥങ്ങളെ നമ്മൾ ഉൽപ്പന്നങ്ങൾ അഥവാ പ്രൊഡക്ട്സ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ അഭികാരങ്ങളുമുണ്ട്, പിന്നെ എന്തുണ്ട്? ഉൽപ്പന്നങ്ങളുമുണ്ട്. നോക്കിയേ, ഇവിടെ നോക്കിയേ, സിങ്ക് Zn + HCl എന്ത് വരും? ഇതാണ് നമ്മൾ അഭികാരങ്ങൾ എന്ന് പറയുന്നത്. അഭികാരങ്ങൾ നമുക്ക് എന്ത് കിട്ടും? സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ എന്ന് കിട്ടും. ZnCl2 + H2 ഇത് പ്രൊഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ. ഓക്കെ, അപ്പോൾ അഭികാരങ്ങൾ എന്താണ്, ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ആറ്റങ്ങളുടെ എണ്ണമാണ് നോക്കുന്നത് കേട്ടോ. ഉൽപ്പന്നത്തിലും അഭികാരത്തിലും ഉൽപ്പന്നത്തിലും എത്ര ആറ്റങ്ങളുണ്ട് അത് കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കണം. നമ്മൾ പഠിക്കുന്നുണ്ട് ഇനി ബാലൻസ്ഡ് എന്താണ്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, സമീകൃത രാസസമവാക്യ, അതാ പഠിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നോക്കുന്നത്. നോക്കിയേ, ആറ്റം ഒന്നാമത്തേത് സിങ്ക്. സിങ്കിൻ്റെ അഭികാരത്തിൽ എത്ര എണ്ണമുണ്ട്? സിങ്കിൽ അഭികാരത്തിൽ ഒരെണ്ണമാണുള്ളൂ അല്ലേ? ഒരെണ്ണം കറക്റ്റാണ്. ഉൽപ്പന്നത്തിലോ ഒരു സിങ്കാണുള്ളൂ, അത് കറക്റ്റാണ്. ഹൈഡ്രജൻ അഭികാരത്തിൽ എത്ര എണ്ണമുണ്ട്? ഒരെണ്ണമാണുള്ളൂ, ഓക്കെയാണ്. ഇനി ഉൽപ്പന്നത്തിൽ എത്രയുണ്ട്? ഹൈഡ്രജൻ 2 എണ്ണമുണ്ട്. ഇനി ക്ലോറിൻ അഭികാരത്തിൽ എത്രയുണ്ട്? 1 ആണുള്ളത്. ഉൽപ്പന്നത്തിൽ എത്രയുണ്ട്? ക്ലോറിൻ 2 എണ്ണമുണ്ട്. കണ്ടോ, ആറ്റങ്ങളുടെ എണ്ണം അഭികാരത്തിലും ഉൽപ്പന്നത്തിലുമുള്ളതാണ് ഇവിടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിയേ, എന്താണ് ഇതിൽ വരുന്ന വ്യത്യാസം നോക്കിയേ. ഇവിടെ Zn + HCl അല്ലേ. ഇവിടെ താഴെ നോക്കി, ഞാൻ പറയുന്നത് ഇതാണേ, Zn + 2HCl എന്നായി. അപ്പോൾ എന്ത് വ്യത്യാസമാണ് ആറ്റങ്ങളുടെ എണ്ണത്തിന് വന്നേ നോക്കിയേ. സിങ്ക് ഇതിൽ ഒരെണ്ണമാണുള്ളൂ അല്ലേ, അഭികാരത്തിൽ ഒരെണ്ണമേ ഉള്ളൂ, ഉൽപ്പന്നത്തിലും ഒരെണ്ണമേ ഉള്ളൂ, കറക്റ്റാണ്. ഇനി ഹൈഡ്രജനോ, ഹൈഡ്രജൻ ആദ്യം നമുക്ക് 1 ഉണ്ടായുള്ളൂ അല്ലേ. ആദ്യത്തെ നോക്കി HCl എന്നേ ഉണ്ടായുള്ളൂ അഭികാരത്തിൽ, ഇപ്പോൾ അത് 2HCl എന്നായി. അപ്പോൾ ഹൈഡ്രജൻ്റെ അഭികാരത്തിൽ എത്രയായി? 2 ആയി. പ്രൊഡക്റ്റിലും 2 ആയി അല്ലേ, ഉൽപ്പന്നത്തിലും 2 ആയി. ക്ലോറിൻ ആദ്യം 1 ഉണ്ടായുള്ളൂ, വെറും HCl എന്ന് പറയുമ്പോൾ അവിടെ ഒരെണ്ണം അല്ലേ ഉള്ളൂ. 2HCl എന്ന് പറയുമ്പോൾ 2 × 1, ക്ലോറിനും എത്രയായി? 2 ആയി. ഉൽപ്പന്നത്തിലും 2 ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയേ, ഇവിടെ എന്താ വ്യത്യാസം വന്നത്? ഇതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നോക്കി, ഈ കൊടുത്തിരിക്കുന്നത് അതാണ്. ഒരു രാസസമവാക്യം എഴുതുമ്പോൾ അഭികാരങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുമുള്ള ഒരേ ഇനം തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കണം. എന്താ പറയുന്നത്? ഇപ്പോൾ സിങ്ക് അവിടെ 1 ആണെങ്കിൽ
അതായത് അഭികാരത്തിലൊന്നാണെങ്കിൽ ഇപ്പുറ പ്രൊഡക്റ്റിൽ എന്തായിരിക്കണം, അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൽ എന്തായിരിക്കണം, ഒന്നായിരിക്കണം. അതാണ് ഒരു രാസസമവാക്യം എഴുതുമ്പോൾ അഭികാരങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുമുള്ള ഒരേ ഇനം ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം. ഇങ്ങനെയുള്ള രാസസമവാക്യങ്ങളെ സമീകൃത രാസസമവാക്യങ്ങൾ, എന്താ മലയാളത്തിൽ സമീകൃത രാസസമവാക്യങ്ങൾ അഥവാ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. സമീകൃത രാസസമവാക്യങ്ങൾ അഥവാ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത് നമ്മൾ ഒന്നാവാത്തത് എന്താക്കുക, സമീകൃതമാക്കുക. അതിനെയും കുറച്ച് എക്സാമ്പിൾസ് വരുന്നുണ്ട്, അപ്പം നമുക്ക് നോക്കാം. ഇപ്പം എന്തൊക്കെയാണ് ഇതുവരെ പറഞ്ഞു പോയത് എന്നൊന്ന് ഓർത്ത് നോക്കി എല്ലാവരും. ജസ്റ്റ് കുറച്ച് വലിയൊരു ചാപ്റ്ററാണ്, പക്ഷേ പഠിച്ചിട്ട് പോവുക. ഈ ഒരു ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മൂലകം അല്ലേ, മൂലകത്തെ പറ്റി പഠിച്ചു. ആദ്യം പഠിച്ചത് എന്തായിരുന്നു? ഹംഫ്രി ഡേവി, ഹെൻറി കാവൻഡിഷ്. പിന്നെ ശുദ്ധപദാർത്ഥത്തെ എന്താണ് ഘടകങ്ങളാക്കാൻ സാധിക്കാത്തതിന് മൂലകങ്ങൾ. പിന്നെ രണ്ടോ അതിലധികമോ മൂലകം ചേർന്നുണ്ടാവുന്നതിനെ നമ്മൾ സംയുക്തം എന്ന് പഠിച്ചു. പിന്നെ കുറേ പ്രതീകങ്ങൾ അല്ലേ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സിമ്പിൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ എങ്ങനെ നമുക്ക് ഈ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും, തന്മാത്രകളുടെയും ആറ്റങ്ങളുടെയും എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു കോളം നോക്കിയേ. മറ്റു ചില സമീകൃത രാസസമവാക്യങ്ങൾ നൽകിയത് നോക്കൂ. ഇവിടെ ഒന്നാമത്തേത് കാർബൺ പ്ലസ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് അല്ലേ. സി എന്ന് പറയുന്നത് നോക്കിയേ, അഭികാരത്തിൽ ഒന്നേ ഉള്ളൂ, ഇവിടെ ഉൽപ്പന്നത്തിൽ ഒന്നേ ഉള്ളൂ. ഓക്സിജൻ അഭികാരത്തിൽ 2, ഉൽപ്പന്നത്തിൽ 2. ഇനി H2 പ്ലസ് Cl2, അത് പുറത്തേക്ക് വന്നപ്പോൾ H2 എന്നുള്ളത് അഭികാരത്തിൽ 2, ക്ലോറിനും 2 ആണല്ലോ. ഉൽപ്പന്നത്തിലോ H എന്ന് പറയുന്നത് 2, ക്ലോറിനും 2. കറക്റ്റാണ്. ഇനി 2H2 പ്ലസ് O2, 2H2 എന്ന് പറയുന്നത് 2 × 2 4, H4, O2 തന്നെയാണ്. ഇപ്പുറം വന്നപ്പോഴും 2H2O എന്ന് പറയുന്നത് 4ഉം O എന്ന് പറയുന്നത് 2 അല്ലേ. 2 × 1 2 തന്നെ, അത് കറക്റ്റാണ്. അതാണ് സമീകൃത രാസസമവാക്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ചുവടെ കൊടുത്ത രാസപ്രവർത്തനങ്ങൾ സമീകരിക്കാത്തവയാണ്, അത് സമീകരിക്കാമോ? അപ്പം 4 എണ്ണം തന്നിട്ടുണ്ട്. അതെന്താണ്, കറക്റ്റ് ആക്കിയിട്ടില്ല, ബാലൻസ്ഡ് അല്ല. അത് ബാലൻസ്ഡ് ആക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. ആദ്യത്തെ നോക്കിയേ, Mg പ്ലസ് O2, ഇതാണ് അഭികാരം എന്ന് പറയുന്നത് അല്ലേ. Mg പ്ലസ് O2ൽ ഒരു Mgയും 2 O2ഉം ഉണ്ട്. ഇവിടെ നോക്കിയേ, അതിൻ്റെ ഉൽപ്പന്നം MgO ആണ്. MgO എന്ന് പറഞ്ഞപ്പോൾ അവിടെ Mgയും Oയും ഓരോന്നേ ഉള്ളൂ അല്ലേ. നമുക്കിതെങ്ങനെ കറക്റ്റാക്കാൻ പറ്റും? O എന്ന് പറയുന്ന രണ്ടിടത്തും 2 കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ പ്രൊഡക്റ്റിൻ്റെ, ശ്രദ്ധിക്കണേ ഞാൻ പറഞ്ഞെഴുതുന്നത് അതുകൊണ്ടാണ്, പ്രൊഡക്റ്റിൻ്റെ MgO എന്നുള്ളത് നമ്മൾ എന്താക്കി, 2MgO എന്നാക്കി. 2MgO. ഇപ്പോൾ നോക്കിയേ, O 2ആയി, Mgയും 2ആയി പോയി. പക്ഷേ Mg എവിടെ, അഭികാരത്തിൽ എത്രയേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് 2ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും, 2Mg എന്നാക്കി. 2Mg പ്ലസ് O2 gives 2MgO. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ എന്താ സംഭവിച്ചേ, Mg എത്ര എണ്ണമുണ്ട്? അഭികാരത്തിൽ 2 എണ്ണമുണ്ട്, ഉൽപ്പന്നത്തിലും 2 എണ്ണമുണ്ട്. O എത്ര എണ്ണമുണ്ട്? O 2 എണ്ണമുണ്ട്, ഉൽപ്പന്നത്തിലും 2 എണ്ണമുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്തായി, ഒരു ബാലൻസ്ഡായി. മനസ്സിലായല്ലോ? ഒരെണ്ണം കൂടി ചെയ്തു തരാം, ഏറ്റവും അവസാനത്തെയും കൂടി ചെയ്തു തരാം. മറ്റത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അടുത്തതിനെ നമുക്ക് 4ാമത്തെയും കൂടി ഒന്ന് നോക്കാം. 4ാമത്തെ ഒന്ന് ശ്രദ്ധിച്ചേ, H2O2 gives H2O plus O2. അപ്പോൾ ഇതിൽ നമുക്കറിയാം, ഹൈഡ്രജൻ ഇവിടെ 2, ഓക്സിജൻ 2, ഇവിടെ ഹൈഡ്രജൻ 2, ഓക്സിജൻ വന്നപ്പോൾ അത് കൂടിപ്പോയി. അപ്പോൾ നമുക്കതെങ്ങനെ സമീകൃതമാക്കാൻ വേണ്ടി സാധിക്കും? ആദ്യം നമ്മൾ അഭികാരമാണ് എഴുതാൻ പോകുന്നത്. അഭികാരം എങ്ങനെ എഴുതും? 2 എന്ന് ചേർക്കുമ്പോൾ 2H2O2 എന്നാക്കി. നമ്മൾ ഒരു 2 ഫ്രണ്ടിൽ ഇട്ട് കൊടുത്തു അല്ലേ, 2H2O2 എന്നാക്കി. അപ്പോൾ ഇതിൽ ഹൈഡ്രജൻ എത്ര ഉണ്ട്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 × 2 4 ഉണ്ട്. ഓക്സിജനോ 2 × 2 4 ഉണ്ട്. ഇനി ഇതിൻ്റെ ഉൽപ്പന്നം നമ്മൾ എങ്ങനെയാക്കുന്നു? 2H2O പ്ലസ് O2 എന്നാക്കി. ഒരു 2 ഇട്ട് കൊടുത്തു ഫ്രണ്ടിൽ. അപ്പോൾ 2H2O പ്ലസ് O2 എന്നാക്കി. അപ്പോൾ ഇതിൽ ഹൈഡ്രജൻ എത്രയുണ്ടെന്ന് നോക്കി. ഉൽപ്പന്നത്തിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന എത്ര എണ്ണം ഉണ്ട്? 2 × 2 4 ഉണ്ട്. ഓക്സിജൻ എന്ന് പറയുന്ന എത്ര എണ്ണം ഉണ്ട്?
ഓക്സിജൻ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ് കേട്ടോ ഈ ഇത്. അപ്പോൾ 1 × 2 എന്ന് പറയുന്നത് 2 പ്ലസ് ഇവിടെ 2 എത്രയായി 4 ആയി. അപ്പോൾ 2 4 ആയില്ലേ, മുകളിലുള്ള അതായത് അഭികാരവും 4 ആയി ഉൽപ്പന്നവും 4 ആയി. ഇപ്പോൾ എന്തായി, ഒരു ബാലൻസ്ഡ് അല്ലേ, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനായി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ 2 തവണ കണ്ടു നോക്കുക കേട്ടോ, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കണ്ടു നോക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഈ 2 എണ്ണവും കൂടി ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ, എങ്ങനെ ഒരുമിച്ചാക്കാൻ പറ്റും എന്നുള്ളതൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ എന്താണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത്, ഇത് അങ്ങനെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത് നമുക്ക് എക്സാം ടൈമിൽ നമുക്ക് ഓരോന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ എക്സാമിൽ ഇത് കാണുമ്പോൾ, കുറച്ച് ദിവസം കഴിഞ്ഞ് എക്സാമിൽ ഇത് കാണുമ്പോൾ കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട്, റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. ഇപ്പോൾ കുറച്ച് വലിയ ചാപ്റ്ററാണ്, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇനിയുള്ള ചാപ്റ്റേഴ്സൊക്കെ 8ാം ക്ലാസ് ആയല്ലോ, അതുകൊണ്ട് ചാപ്റ്റേഴ്സൊക്കെ ടെക്സ്റ്റിൽ നമുക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ എങ്കിലും കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ ഉൾക്കൊള്ളാനുണ്ടാവും. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.